ദണ്ഡറ്റവും മുറിക്കും വാളുവചനം കേൾക്കുന്നവനെ മുറിക്കും, സുവിശേഷകനെയും മുറിക്കും. ആമേൻ, ആമേൻ. യേശുവിൻ്റെ വാത്സല്യമുള്ള കുഞ്ഞെ, ഇന്നും പ്രഭാതത്തിൽ നിന്റെ വേദനകളിലേക്ക് കർത്താവിൻ്റെ ഒരു വചനം അഴയിടാൻ എനിക്ക് ആഗ്രഹമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞാനത് ചെയ്യുന്നു. ജെറമിയ 30:12 മുതൽ ഇങ്ങനെ പറയുന്നു: സുഖപ്പെടുത്താനാവാത്ത വിധം നിനക്ക് മുറിവേറ്റിരിക്കുന്നു, നിന്റെ മുറിവിന് മരുന്നില്ല, നിനക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല, തിരിഞ്ഞു നോക്കാൻ ആരുമില്ല, നിനക്ക് സൗഖ്യം കിട്ടുകയുമില്ല. ഓ, എത്ര ദാരുണമായ അവസ്ഥ! നിനക്ക് സൗഖ്യം കിട്ടാൻ പോകുന്നില്ല. അത്ര ദാരുണമായ ഒരു പ്രശ്നത്തിലാണ് നീ, ഒരു വേദനയിലാണ് നീ. നിന്റെ സ്നേഹിതർ നിന്നെ മറന്നിരിക്കുന്നു. നീ തീർത്തും അബാൻഡൻഡ്, ഏകാഗിയായിരിക്കുന്നു. എന്നാൽ ജെറമിയ 12 മുതൽ നിന്റെ ദാരുണ സ്ഥിതിയെ യേശു കർത്താവ് വിവരിച്ചിട്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിവരിച്ചിട്ട് ജെറമിയ 30:17 പറയുകയാണ്: എന്നാൽ ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി കണ്ടോ? അത്രമേൽ ദാരുണമായ അവസ്ഥയിൽ ദൈവത്തിന്റെ വചനം ഇന്ന് നിന്നോട് പറയാ: കുഞ്ഞെ, ആർക്കും സുഖപ്പെടുത്താനാവാത്ത വിധം മുറിവേറ്റ നിന്നെ, എല്ലാവരും തള്ളിക്കളഞ്ഞ നിന്നെ, എല്ലാവരും കുപ്പയിലിട്ട നിന്നെ, എല്ലാവരും ചവിട്ടിത്താഴ്ത്തിയ നിന്നെ വീണ്ടും ആരോഗ്യം നൽകി ഉയർത്തും. ജെറമിയ 30:17 പ്രകാരം ഇപ്പോൾ കർത്താവിന്റെ പ്രകാശം നിങ്ങളുടെ കിടക്കയിൽ, ഭാരത്തിൽ, വേദനയിൽ, തകർച്ചയിലേക്ക് വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത് സംഭവിക്കട്ടെ. ഇപ്പോൾ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം നിങ്ങളെ തേടി വരട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.